അത് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മറ്റേ പഴയ ഒമിനിയുടെ പഴയൊരു ഒമിനി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പെയിൻറ്റിങ്സ് റീസ്റ്റോറേഷനൊക്കെ ആയിട്ട് നമുക്ക് ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൻ്റെ അകത്ത് നോക്കാം. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്നും ഇതിൻ്റെ അകത്ത് ഈ സംഭവങ്ങളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പെയിൻറ്റ് കഴിഞ്ഞിട്ടൊക്കെ നോക്കാം കേട്ടോ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചേട്ടൻ ഇവിടെ ചെറിയ ബെൻഡുണ്ടല്ലേ? നമ്മുടെ ഈ വാൻ്റെ ഒമിനിയുടെ നമ്മൾ പെയിൻറ്റിങ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ കുറച്ച് ടച്ചപ്പ് വർക്കൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൻ്റെ സീറ്റ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സീറ്റ് വർക്കിൻ്റെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോഴ്സറിയും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനാക്കി ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി പെയിൻറ്റിങ് വർക്കേ ഉള്ളൂ. ഇനിയിപ്പോൾ അപ്പോഴ്സറിയൊക്കെ നല്ലൊരു ബ്ലാക്ക് ഒരു റെഡ് സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. നല്ല രസമുണ്ട്. ബാക്കിൽ സീറ്റ് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് വെക്കാൻ പോകുന്നേ ഉള്ളൂ. ബാക്കിലെ മറ്റേ സീറ്റ് വെച്ചിട്ട് ഇപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഇത് 7 സീറ്റ് ആണെന്ന് തോന്നുന്നു. ഇത് ഇപ്പുറത്തേക്ക് കൂടി വെക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പോഴ്സറിങ് കാര്യങ്ങളൊക്കെ ഒരു നല്ലൊരു ഫീൽ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇനി പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഒമിനിയുടെ ബെൻഡും പാച്ച് വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിനി ഇപ്പോൾ ഓരോ സാധനം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ അഴിച്ച് ബമ്പറൊക്കെ അഴിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് അഴിക്കുന്നത് നോക്കാം. ഇവിടുത്തെ ഡെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത് നേരത്തെ കണ്ടാണല്ലോ. കുറച്ച് ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അകത്തും കുറച്ച് ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിനി പെയിൻറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ ചിലപ്പോഴേ കാണുള്ളൂ. അയ്യോ ഓക്കെ ബീഡിങ്ങിൻ്റെ ആണ്, അത് അടക്കം പറ്റി സൂക്ഷിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ ചേട്ടൻ അത് അഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഗ്ലാസിൻ്റെ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ അഴിക്കുവാണ്. ഏതാ സൈഡ് ഗ്ലാസ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അപ്പുറത്തോട്ട് പോകാം. ഇതുണ്ടോ സൈഡിൻ്റെ പീസ് അഴിച്ചുകൊണ്ടിരിക്കുക. അത് ഈ ഒരു പീസ് നമുക്കിപ്പോൾ എടുത്തിരിക്കും. അത് കണ്ടോ സൈഡ് ഗ്ലാസ് എടുത്തു. ഇത് അകത്തേക്ക് വെക്കുവാണ്. നമുക്ക് പെയിൻറ്റിങ് ചിലപ്പോഴേ കാണാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കുറച്ച് വേറെ വണ്ടിയുടെ കുറച്ച് വിഷ്വൽ എടുക്കണോണ്ടേ നമുക്ക് ഇതിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ ഇത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ എല്ലാ ബീഡിങ്ങും അതേപോലെ തന്നെ അഴിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓരോ സാധനം അഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡോർ പാഡിൻ്റെ സൈഡിൽ. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ആ ഗ്ലാസിൻ്റെ ബീഡിങ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ സാധനമൊക്കെ അഴിച്ചു കേട്ടോ. ബാക്കി ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അഴിക്കാനുള്ളൂ. നമുക്ക് നോക്കാം ബാക്കിയുള്ള ഡീറ്റെയിലിങ്.
അതിൽ നമ്മുടെ ഈ സൈഡിൽ അഴിച്ചിട്ട് ഇവിടെയൊക്കെ ചെറിയ തുരുമ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിനി പെയിൻറ്റ് ചെയ്തിട്ട് കാണാം. ബാക്കി നീ പെയിൻറ്റ് തന്നെ ആയിട്ടാണ് അയക്കുന്നത്. നമുക്ക് ഈ ഒരു ഡോർ പാഡിൻ്റെ സാധനം അയക്കണം അവിടെ. അത് അരിക്കേണ്ടത് വേണ്ട ഇരിക്കത്തില്ല. അത് പൊളിച്ചാലേ ഇതിനകത്ത് പെയിന്റ് നമുക്ക് അല്ലേ. സൈഡിൽ മച്ചാൻ വരെ നമ്മുടെ ഈ സൈഡിലെ കവർ അഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്ത് അഴിച്ചുകൊണ്ടിരിക്കുക. ചേട്ടാ, നമ്മുടെ ഈ സൈഡിലെ ഗ്ലാസിൻ്റെ കാര്യം ഒന്ന് പറയാമോ? അതായത് നമ്മൾ ബാക്കിയുള്ള സൈഡ് ഗ്ലാസ് ഒന്നും അഴിക്കുന്നില്ല അല്ലേ? ഈ ഗ്ലാസ് തുരുമ്പില്ലാതെ നമ്മൾ ഈ സൈഡിൽ വരുമ്പോൾ അതിലൊരു തുരുമ്പിൻ്റെ ഒരു നമ്മൾ ആ ഗ്ലാസ്സിൽ വരുന്നു ഫിക്സ്ഡ് ആയിട്ടൊരു സാധനം ആയതുകൊണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ബാക്കിലെ ഗ്ലാസ്സിലും അഴിക്കുന്നില്ല, ഫ്രണ്ട് ഗ്ലാസ്സും അഴിക്കുന്നില്ല കേട്ടോ. ബാക്കിയുള്ള ഗ്ലാസ് മാത്രമാണ് ഇപ്പോൾ അഴിക്കുന്നത് പെയിൻറ്റ് ചെയ്യാനായിട്ട്. ഈ ഗ്ലാസ് അഴിക്കുന്നില്ല. അതായത് ഈ ഗ്ലാസ് ഉണ്ടോ, ഇതേപോലെ ഒരു തുരുമ്പിൻ്റെ ഒരു അംശം വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റർ ഗ്ലാസ് മാത്രം അഴിക്കുന്നത്. ഇത് നമ്മുടെ ഇവിടുത്തെ അഴിച്ചിട്ടുണ്ട്. അത് ചെറിയ പെയിൻറ്റ് ചെയ്യാനായിട്ടൊരു ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഗ്ലാസ് നമ്മൾ അഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള അഴിക്കുന്നത് നമുക്ക് നോക്കാം. കഷ്ടപ്പാടാണെന്നേ. നമ്മുടെ ബാക്കിൽ ആ ഒരു കവറിങ് അയച്ചു കേട്ടോ. ഇതൊന്നും അയക്കണമെന്നില്ല കേട്ടോ, അതൊക്കെ അങ്ങനെ തന്നെ കിട്ടണം. ഈ നമ്മൾ ബാക്കിലെ ലൈറ്റും ആ നമ്പർ പ്ലേറ്റും ഈ ഒരു ബ്ലാക്ക് സാധനം അഴിക്കാനുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ലോക്കിൻ്റെ സാധനം അഴിക്കാനുണ്ട്. പിന്നെ ബമ്പർ അഴിക്കാനുണ്ട് അല്ലേ? ബമ്പർ അഴിക്കാനുണ്ട്.
ഫ്രണ്ട്സ്, നമ്മുടെ ഈ അടിയിൽ വരുന്ന ലൈറ്റ് 2 അഴിച്ചു കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിനി നമ്പർ പ്ലേറ്റും അഴിക്കാനുണ്ട്, ഈ ഒരു ലൈറ്റും അഴിക്കാനുണ്ട്, ബമ്പറും അഴിക്കാനുണ്ട്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് എല്ലാം അഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ മാസ്ക് ചെയ്ത് പെയിൻറ്റ് ചെയ്താൽ മാത്രം മതി. പെയിൻറ്റിങ് വീഡിയോ ചിലപ്പോഴേ എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഫിറ്റിങ്സൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ബാക്കി നമുക്കിങ്ങനെ അഴിക്കുന്നത് നോക്കാം. അപ്പോൾ അതിൽ നമ്മുടെ നമ്പർ പ്ലേറ്റ് അഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ലൈറ്റ് അഴിക്കാൻ നോക്കാം. അത് ഒറ്റ സ്ക്രൂവിലായിരുന്നല്ലേ. നമുക്കിനി ബമ്പർ അഴിക്കാൻ നോക്കാം. ബമ്പറിൻ്റെ ഒരു സ്ക്രൂ അഴിച്ചിട്ടിരിക്കുകയാണ്. ഇത് താഴത്തൊക്കെ ഉണ്ടല്ലേ 2-3. നമ്മൾ അതിനായിട്ടൊരു ഇത് വേണ്ട. കേട്ട പൊന്നു, അതെല്ലാം സ്ക്രൂ പോയല്ലേ. കഴിച്ച് ഇരിക്കുന്ന സ്ഥലത്താണ്. നമ്മുടെ ബമ്പർ ഏകദേശം അഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ തട്ടിയിട്ടുണ്ടല്ലോ, ഒന്നുകൂടി ഓപ്പൺ ഫ്രണ്ടിലേക്ക് വെച്ച്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ബമ്പർ അഴിച്ചു കേട്ടോ. വണ്ടി കഴിഞ്ഞു കേട്ടോ. വണ്ടി എടുത്തുകൊണ്ടിരിക്കുവാണ്.